എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം കുറേ നാൾക്ക് ശേഷം ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. നമ്മൾ വർക്ക് സംബന്ധമായിട്ട് നമ്മൾ ബൊമ്മി കൗണ്ടിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഇന്നത്തെ വിശേഷങ്ങൾ അതൊക്കെയാണ്. അപ്പം നമ്മുടെ യാത്രയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം. എപ്പോഴാണ് ഇവിടുത്തെ ഇച്ചിരി ദൂരമുള്ള ഏരിയ ആണ്. കാറിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ബൈക്കിന് പോകാനായിട്ട് പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷേ മഴ കാരണം കൊണ്ട് നമ്മൾ ബൈക്കിലെ യാത്ര നമ്മൾ വേണ്ടെന്ന് വെച്ച് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡൊക്കെ വളരെ പ്രശ്നമായിട്ടുള്ള റോഡാണ്. പിന്നെ നമ്മളിപ്പോൾ കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വിശേഷങ്ങളൊക്കെ റോഡെല്ലാം തകർന്ന് കിടക്കുകയാണ്. വെരി ഡിഫിക്കൽട്ട് ടു ട്രാവൽ. So this is a port area that we are passing through. നമ്മളെ പുറകെ കണ്ടത് ട്രെയിൻ സർവീസ് ആയിരുന്നു കേട്ടോ. ഇപ്പം ഫംഗ്ഷനല്ല, ഒരു മാർക്കറ്റ് പ്ലേസ് നമ്മളെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മാർക്കറ്റ് പ്ലേസ് ആണ്. പൈസ ഇവിടെ ഇഷ്ടംപോലെ ഓട്ടോ സർവീസുകളുണ്ട് കേട്ടോ. ഇതിനിവിടെ KK എന്നാണ് പറയുന്നത്. ഈ വണ്ടിയൊക്കെ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതാണ് കേട്ടോ. രാവിലെ തന്നെ റോഡിൽ അല്പമല്ലാതെ നല്ല തിരക്കുണ്ട്. നല്ല തിരക്കുള്ള സമയത്താണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അവിടെ കൃത്യസമയത്ത് എത്തേണ്ടതുണ്ട്. പക്ഷേ ഭയങ്കര ബ്ലോക്ക് ആയതുകൊണ്ട് പതുക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതായത് ഇവിടെ നമ്മൾ റൈറ്റിലേക്ക് ഡീവിയേഷൻ എടുത്താണ് പോകുന്നത് കേട്ടോ. ഒരു 1 വേ ആക്കിയിട്ട് ബ്ലോക്ക് കാരണം. നമ്മൾ പോകുന്ന ഫ്യൂല് നിറയ്ക്കുക കേട്ടോ. നമ്മുടെ വണ്ടിക്ക് തൊട്ടടുത്തൊരു വണ്ടി ഫ്യൂല് നിറയ്ക്കുന്നതാണ്. പെട്രോളാണെന്ന് തോന്നുന്നു. നോ ഐഡിയ. ഈ പോകുന്ന കാർ മിക്കവാറും ബുഷിലേക്കായിരിക്കും കേട്ടോ. അപ്പോൾ കാട്ടിലേക്കായിരിക്കും. അതുകൊണ്ടാണ് 2 സ്റ്റെപ്പിനെയൊക്കെ അവർ മുകളിൽ വെച്ച് കെട്ടിയിരിക്കുന്നത്. ദൂരയാത്രയ്ക്ക് വേണ്ടി പോകുന്നതാണ്. അതുകൊണ്ട് ഇത് ജാറിലും നിറയ്ക്കുന്നതാണോ. പോകുന്ന വഴിക്ക് പെട്രോൾ പമ്പുകളൊന്നും കാണാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് അവർ ജാറിൽ നിറച്ച് വണ്ടിയിൽ നിറച്ചുകൊണ്ട് പോകുന്നത്. 2 സ്റ്റെപ്പിനി, ഈ ഒരെണ്ണം സ്റ്റെപ്പിനിയാണ്. 2 സ്റ്റെപ്പിനി സംവിധാനങ്ങളൊക്കെ വെച്ച് കെട്ടിക്കൊണ്ടാണ് പോകുന്നത്. ഈ വണ്ടി പോയി കഴിഞ്ഞാൽ കുറേ നാൾക്ക് ശേഷമായിരിക്കും തിരിച്ചു വരുന്നത്. ഗൈസ്, റോഡിൽ ഭയങ്കര കുണ്ടും കുഴിയാണ് കേട്ടോ. കുണ്ടും കുഴിയും നിറഞ്ഞു കിടക്കുന്ന റോഡിലൂടെ നമ്മൾ മന്ദം മുമ്പിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗൈസ്, ഇൻ ടൗണിൽ നിന്ന് നമ്മൾ ഉള്ളേരിയയിലേക്ക് വരുമ്പോഴത്തേക്കിനും ഗ്രാമഭംഗിയൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ. നീണ്ടു നിവർന്ന് കിടക്കുന്ന പാടങ്ങൾ, ഗ്രാമത്തിൻ്റേതായ ഭംഗി ഉണർത്തുന്ന വീടുകളും, അങ്ങനെ ഓരോരോ പച്ചപ്പും, അങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഏരിയ കൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് നോക്കുക ഗൈസ്, ലഗേജ് കൊണ്ടുവന്ന വാഹനം കണ്ടോ. എത്ര ഭയാനകമാകുന്ന രീതിയിലാണെന്നറിയാമോ സാധനങ്ങൾ കുത്തി നിറച്ചുകൊണ്ട് പോകുന്നത്. വേറെ ഗതാഗതത്തിനും ഇല്ല ചരക്ക് നീക്കത്തിനും മറ്റു വാഹനങ്ങളൊക്കെ വളരെ പരിമിതമാണ്. ഉള്ള വാഹനങ്ങളിലാണ് മാക്സിമം അവർ കുത്തി നിറച്ചുകൊണ്ടാണ് പോകുന്നത് കേട്ടോ. വാഹനങ്ങളുടെ ആയുസിനെ പറ്റിയൊന്നും വളരെ വാചാലരാകുന്നില്ല അവർ, ഇല്ലെങ്കിൽ അതിനെപ്പറ്റി വളരെ ചിന്തിക്കുന്ന ആൾക്കാരല്ല. കുറേ ഏരിയ തരിശായി കിടക്കുന്നത് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. ഇവിടോട്ടൊന്നും കൃഷി അധികം ഇവർ ചെയ്യുന്നത് കാണുന്നില്ല ഗൈസ്. ഈ സ്ഥലങ്ങളൊക്കെ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ എത്രമാത്രം ഈ രാജ്യത്തിന് മുമ്പോട്ട് പോകാൻ സാധിക്കും അല്ലേ. സോ വി ആർ മൂവിങ് ടു Bhuvan town, Bommi County. So already we reached Bommi County, crossed the border, and now we are traveling to Bhuvan town. So Pastor Emmanuel is only guiding us, accompanying with us. Driver sir, what's your name please? His name? Say your name. Oh, Tommy. Yeah. Thank you so much. ഇൻ ടൗണിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നല്ല റോഡ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ തുടങ്ങി കേട്ടോ. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് അങ്ങോട്ട് കുറേ ദൂരം ചെല്ലുമ്പോൾ വലിയൊരു കട്ടർ കാണും, കുറേ ഏരിയ. പിന്നെ അങ്ങോട്ട് നല്ല റോഡായിരിക്കും. അങ്ങനെയുള്ള ചെറിയൊരു പ്രശ്നങ്ങളുണ്ട് കേട്ടോ. നമ്മൾ അല്പദൂരം യാത്ര ആസ്വദിച്ച് വരുമ്പോൾ നോക്ക് കേസ് വീണ്ടും കട്ടർ ടപ്പാ. അങ്ങനെ നമ്മൾ മെയിൻ റോഡിൽ നിന്നും റൈറ്റ് സൈഡിലേക്കുള്ള റോഡിൽ കൂടെ നമ്മൾ ഡീവിയേഷൻ എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പൂർണ്ണമായിട്ടും മൺ റോഡാണ്. ഇനി ഇവിടെ നമുക്ക് അങ്ങോട്ടുള്ള യാത്ര ഫുള്ളും മൺ റോഡിൽ കൂടെ ആയിരിക്കും കേട്ടോ. Why this much trucks are here? Company. Oh, okay. കണ്ണെത്താ ദൂരത്ത് വിജൃംഭിച്ച് കിടക്കുന്ന റോഡിലൂടെ നമ്മൾ മുമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. To where this road is going? Actually, I don't know. No
you don't know. No. This road. Yeah. Bapulu. Grand Crew. Yeah, Bapulu County. Another county, right? Yeah, Bapulu. Bapul County. Yeah. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ വലത്തേക്കുള്ള വഴിയിലേക്ക് ഡീവിയേഷൻ എടുത്തിരിക്കുകയാണ്. ഇനിയും ഇടുങ്ങിയ റോട്ടിൽ കൊണ്ടാണ് നമ്മൾ അകത്തോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ റോഡിനോട് ഇവിടെ പറഞ്ഞ് നമ്മൾ ഈ റോഡിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഉള്ളിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കിനും അത്ര ഈസി ആയിട്ടുള്ള വഴിയല്ല കേട്ടോ. കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞ വഴികൾ തന്നെയാണ്. മണ്ണ് റോഡാണ്. നമ്മൾ മുമ്പിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. Translation it's very young sir. വില്ലേജ് സെറ്റപ്പും വില്ലേജ് റോഡുകളും വില്ലേജ് വീടുകളൊക്കെ കിട്ടാൻ തുടങ്ങി കേട്ടോ. നമ്മളൊരു വില്ലേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ബ്യൂട്ടിഫുൾ പ്ലേസാണ്. മനോഹരമായിട്ടുള്ളൊരു സ്ഥലം. ആൾക്കാരൊക്കെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്. ശ്രദ്ധിക്കാനുണ്ട്. നല്ലൊരു തണുത്ത ശാന്തമായ അന്തരീക്ഷമാണ്. വില്ലേജ് ഏരിയയാണ്. അതിന് നമ്മളിവിടെ ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മളിവിടെ എത്തി. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കട്ടെ. ദിസ് ഈസ് എ പ്ലേസ് ദാറ്റ് വി റീച്ച്. വെരി 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 ബ്യൂട്ടിഫുൾ പ്ലേസ്. ഞാനിവിടെ വെച്ച് പരിചയപ്പെട്ട 3 പേരാട്ടോ. ജോണത്തൻ, മൂസ ആൻഡ് യുവർ നെയിം? സനുബ. പുതിയ കമ്പനിയാണ്. സേ ഹായ്. സോ ഇതാ കേട്ടോ ഈ ഏരിയ. നല്ല ഗ്രാമീണ ഭംഗിയുള്ള, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഏരിയ ആണിത്. അത് സ്കൂളാണെന്ന് തോന്നുന്നു. സ്കൂള് കാര്യങ്ങളൊക്കെയാണ്. ഇത് പഴയ വീട് സെറ്റപ്പ് കാര്യങ്ങളൊക്കെയാണ്. നമ്മളിത് പ്ലീബോയിലൊക്കെ കണ്ട അതേ രീതി തന്നെയാണ് ഇവിടെയും. പ്ലീബോ, ബാർക്ലിബേ അവിടെയൊക്കെ കണ്ട മാങ്ങ സീസൺ ആട്ടോ. ഇതുണ്ടോ മാങ്ങയൊക്കെ നല്ല തുടുത്ത് നല്ല സെറ്റപ്പായിട്ട് കിടപ്പുണ്ട് അടിപൊളിയായിട്ട്. ഇവിടുത്തെ സ്കൂളുകൾക്കൊക്കെ നീലയും വെള്ളയും പെയിൻ്റ് അടിച്ച സ്കൂളുകളാണ് കേട്ടോ. എനിക്കൊന്ന് ഗവൺമെൻറ് സ്കൂളിൻ്റെ ആയിരിക്കും. പക്ഷെ ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഗവൺമെൻറ് സ്കൂളിലും നമ്മൾ പൈസ കൊടുത്താണ് പഠിക്കുന്നത് കേട്ടോ. വിദ്യാഭ്യാസം ഇവിടെ ഭയങ്കര എക്സ്പെൻസീവാണ്. ടുഡേ നോ സ്കൂൾ? യു ആർ ഗോയിങ് ടു സ്കൂൾ? ഓക്കെ, ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, അവർ സ്കൂളിൽ പോകട്ടോ. ഇവിടെ വന്നപ്പോൾ പരിചയപ്പെട്ട കുറച്ച് കൂട്ടുകാരാട്ടോ. ടെൽ മി യുവർ നെയിം. Maurice. Amos. Ebi. Smile Ebi. Sosoy. Joseph. Oh, one more person. AC. Yeah. ഭയങ്കരമായിട്ട് നല്ലതായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ അടുത്ത് വന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്നൊക്കെ ഭയങ്കര കൂട്ടാട്ടോ ഞങ്ങൾ. ശരി, ടാറ്റ.